നമസ്കാരം. കെ ന്യൂസിൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ആനക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അംബിക ടീച്ചറാണ്. അംബിക ടീച്ചറെ ഈ പോഡ്കാസ്റ്റിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരവസരമാണ് എനിക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോഴാണ് ഒരു പ്രസിഡന്റ് എന്ന പദവിക്ക് എത്രത്തോളം ഒരു മഹനീയമായിട്ടുള്ളൊരു സംഭവം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഇത്തരം അവസരങ്ങൾ കിട്ടുമ്പോഴാണ്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെ സന്തോഷം. പ്രചരണ പരിപാടികൾ നടക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി നടക്കുമ്പോൾ ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റ് എന്നുള്ള ഒരു പിക്ചറിൽ ടീച്ചറില്ല. ഒരു പാനലിലെ ഒരു അംഗം എന്നുള്ള നിലക്കാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷമുള്ള ചർച്ചയിലാണ് അപ്രതീക്ഷിതമായി ടീച്ചർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ ടീച്ചറും ചിലപ്പോൾ മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഒരു വാർഡ് മെമ്പർ എന്നുള്ള എനിക്ക് മാത്രമേ പ്രതീക്ഷിച്ചിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ അതിൻ്റെ അത്യുന്നത പദവിയിൽ എത്തിയപ്പോൾ അത് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഞാൻ മെമ്പർ എന്നുള്ള നിലയ്ക്ക് തന്നെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. അതായത് ഇങ്ങനെ ഇറങ്ങില്ല, രാഷ്ട്രീയത്തിലേക്കേ വരില്ല എന്നുള്ള അങ്ങനെ ഒരു സ്വപ്നം ഇല്ല എൻ്റെ മനസ്സിൽ, സത്യം പറയാച്ചാൽ. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആളുകളുടെ സ്നേഹവും ഇതൊക്കെ ശരിക്കും നമ്മൾ അനുഭവിച്ചറിയാണ് അവർ നമ്മുടെ അടുത്ത് ചെല്ലുമ്പോൾ. ഇപ്പോൾ പള്ളിപ്പടി ഏരിയയിൽ, ചിരട്ടക്കുന്ന്, മേപ്പാടം ഇവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ റേഷൻ കടയിൽ കുറേ കാലം, നമുക്കത് പറയാതിരിക്കാം, നമ്മുടെ ലൈഫ് അതായിരുന്നു. അച്ഛന് കുറച്ച് ശ്വാസം മുട്ടൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഞാനൊക്കെ സ്കൂളിൽ വന്നാൽ നേരെ റേഷൻ കടയിലേക്ക് കയറുക ചെയ്യാം. അപ്പോൾ അച്ഛനോടൊപ്പം വരി തൂക്കി കൊടുക്കാനും ഒക്കെ. അപ്പോൾ നാട്ടുകാരുടെ കുട്ടിയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അത് പണിക്കാരുടെ കുട്ടിയല്ലേ വരണമെന്നുള്ള അവരെ ചേർത്ത് പിടിക്കലുകളും കൈകോർക്കലുകളൊക്കെ കണ്ടപ്പോഴേക്ക് തോന്നി ഒരു കണക്കിന് ഞാൻ നിന്നത് നന്നായി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്, നമ്മൾ മറ്റേത് എനിക്ക് തോന്നുന്നത് ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ ക്ലാസ് റൂമിൻ്റെ അകത്ത്. പിന്നെ അതിൻ്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് ശരിക്കും പറയാ വെച്ചാൽ ആളുകളുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് നമ്മളോടൊരു അടുപ്പുണ്ട്, അതൊക്കെ അറിയാൻ കഴിഞ്ഞു. ജയിച്ചിട്ട് എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തെ സ്വീകരണത്തിലേക്ക് ഞാൻ വരുമ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് കൈ തന്നിട്ട് ഭാവി പ്രസിഡന്റിന് സ്വാഗതം എന്നൊക്കെയാണ് ചില ആളുകൾ പറഞ്ഞത്. അപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഒരു കിളി പോയി എന്നൊക്കെ പറയാം. അപ്പോൾ ഞാനിങ്ങനെ അരച്ചു, ദൈവം ഇവരെന്താ പറയണത്, എന്തറിഞ്ഞിട്ടാണ് ഇവർ പറയണത് എന്നൊക്കെയാണ്. കാരണം നമ്മളുടെ മനസ്സിൽ നമ്മുടെ ജോലി ഒരു വശത്ത്, ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെമ്പറായാൽ തന്നെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ സ്കൂളത്തെ കാര്യം എന്താവും, ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിലുള്ള ഒരു ആശങ്ക. അപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോഴും മെമ്പറായപ്പോഴും ജയിച്ച് വന്നപ്പോഴും നമുക്ക് ഈ ഒരു പ്രസിഡന്റ് എന്നുള്ള ഒരു സ്വപ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യം എൻ്റെ മനസ്സിലില്ല. അതാണ് സത്യം പറയാച്ചാൽ. പിന്നെ അത് ആളുകൾ ഏർപ്പെടുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു രീതി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി പേരിങ്ങനെ തുറന്ന് പറയാൻ പാടുമോ എന്നറിയില്ല. അപ്പോൾ വഴിയിൽ നിന്ന് ആളുകൾ കാണുമ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കുട്ടിക്ക് സർവീസിന് പ്രശ്നമാവുമോ, ഇങ്ങനെ ജോലിക്ക് എന്തെങ്കിലും അങ്ങനെയൊന്നും വരില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിന് നോ പറയരുത്. കാരണം ഞങ്ങൾ കുട്ടീനെയാണ് കാണുന്നത്.